നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CCTV അവതരിപ്പിക്കുന്ന പ്രത്യേക സ്ഥാനാർത്ഥി ചർച്ച ജനുവരി 2026 സ്വാഗതം. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് കുന്നംകുളത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി PT അജയ് മോഹനാണ്. അദ്ദേഹം പ്രഖ്യാതനായ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു അംഗം കൂടിയാണ്. മലപ്പുറം ജില്ലാ UDF ചെയർമാനാണ്. ഒപ്പം തന്നെ KPCCയുടെ സെക്രട്ടറിയാണ്. സ്വാഗതം ചർച്ചയിലേക്ക്. നമസ്കാരം. CCTVയിലേക്ക് എന്നെ വിളിച്ചതിന് വലിയ സന്തോഷമുണ്ട്. ഇതൊരു സർപ്രൈസ് എൻട്രിയാണ്. കുന്നംകുളത്തെ സംബന്ധിച്ച് കുന്നംകുളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പല പേരുകൾ നിറഞ്ഞു നിന്നിരുന്നു. RMPക്ക് സീറ്റ് നൽകും, മുമ്പ് RMP മത്സരിച്ചിട്ടുണ്ട്, CMP മത്സരിച്ചിട്ടുണ്ട്, CMPക്ക് സീറ്റ് നൽകും, ഒപ്പം തന്നെ RMPക്ക് സീറ്റ് നൽകും. ഒപ്പം തന്നെ കോൺഗ്രസിലെ യുവമുഖങ്ങൾ പലരുടെയും പേരുകൾ പറഞ്ഞിരുന്നു. ഏറ്റവും അവസാനമാണ് ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിച്ചപ്പോഴും കുന്നംകുളം അതിൽ ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് രണ്ടാം ഘട്ട പട്ടികയിൽ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ മുമ്പാണ് PT അജയ് മോഹന്റെ പേര് വരുന്നത്. സ്ഥാനാർത്ഥിക്ക് ഇതൊരു സർപ്രൈസ് ആയിരുന്നു കുന്നംകുളത്തേക്കുള്ള എൻട്രി. സർപ്രൈസ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ തീരെ പ്രതീക്ഷിക്കാതെയാണ് എന്നോട് പാർട്ടി കുന്നംകുളത്ത് പോയി മത്സരിക്കാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാ സർപ്രൈസും മാറി. എന്നെ കുന്നംകുളത്തുകാർ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. കുന്നംകുളത്തിൻ്റെ സംസ്കാരം ഞാനത് നന്നായി പഠിച്ചു. കാരണം അവർക്ക് ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾ, അതായത് എൻ്റെ അച്ഛനെ പറഞ്ഞാൽ ഇവിടെ ഏത് വീടുകളിൽ പോയാലും എൻ്റെ അച്ഛനെ അറിയാത്തവരില്ല. അച്ഛൻ്റെ ബാല്യകാലത്ത് അച്ഛൻ്റെ കൂടെ നടന്നിരുന്ന ഇവിടുത്തെ പീറ്ററേട്ടനാണ്. അതുപോലെ അച്ഛൻ കുന്നംകുളത്ത് വരുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് അച്ഛൻ കുന്നംകുളത്തൊക്കെ വരുമ്പോൾ CC അലിക്കാൻ ഉണ്ടാവും കാറിൽ, പീറ്ററേട്ടൻ ഉണ്ടാവും. അതുപോലെ വിക്ടറി പ്രസിൻ്റെ അവിടെ പോയി അവരൊക്കെയാണ് അച്ഛൻ്റെ വലിയ അടുത്ത ആൾക്കാർ. ഞാൻ ഇവിടെ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ INDC 2 രക്തസാക്ഷികളുടെ കുഴിമാടത്തിൽ പോയി പുഷ്പാർച്ചന നടത്തി. ആ വിഷയം സംബന്ധിച്ചൊക്കെ അച്ഛനൊക്കെയാണ് അതിലിടപെട്ടിരുന്നതെന്ന് എന്നോട് ബാബുവേട്ടനൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛനെ അറിയാത്തവർ ഈ നിയോജകമണ്ഡലത്തിലില്ല. പിന്നെ എനിക്ക് അതിലും വലിയൊരു വേറെ അതുപോലത്തെ ഒരു ഗുണം എനിക്ക് കിട്ടിയത്, എൻ്റെ ഏട്ടൻ ഞാനും പഠിച്ചത് ശ്രീകൃഷ്ണയിലാണ്. ശ്രീകൃഷ്ണയിലെ ബന്ധങ്ങൾ, ഒട്ടനവധി ബന്ധങ്ങൾ ഈ കുന്നംകുളത്തുണ്ട്. അവരൊക്കെ കാണിക്കുന്ന സ്നേഹം രാഷ്ട്രീയത്തിന് അതീതമായി. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ പഠിച്ച വ്യക്തിബന്ധം അതൊക്കെ ഓർത്തെടുത്തുകൊണ്ട് അവരൊക്കെ എനിക്ക് വേണ്ടി എന്നെ ജയിപ്പിക്കാൻ നടക്കുന്നു. അതുകൊണ്ട് കുന്നംകുളം ഒരിക്കലും എന്നെ കൈവിടില്ല എന്ന് 101% എനിക്ക് ഉറപ്പാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷം ഉപതെരഞ്ഞെടുപ്പുകൾ 4 നടന്നു. തൃക്കാക്കര മുതൽ കോൺഗ്രസ് ഒരു പരമ്പരാഗത സ്വഭാവമൊക്കെ മാറ്റിവെച്ചു പ്രൊഫഷണൽ സമീപനത്തിലൂന്നി വിജ്ഞാപനം വന്നു കഴിഞ്ഞ് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക, അതിനു മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക, അതിൻ്റെ ചുമതല മുതിർന്ന KPCC അംഗത്തിനോ UDFിലെ ഏതെങ്കിലും പ്രഖ്യാതരായ നേതാക്കന്മാർക്ക് കൊടുത്ത് അത് കൃത്യമായ പ്രവർത്തനം നടത്തുക, സ്ഥാനാർത്ഥിയെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന സ്വഭാവത്തിലേക്കൊക്കെ ആയിരുന്നു. അതിൻ്റെ റിസൾട്ട് നമ്മൾ വ്യാപകമായി കാണുകയും ചെയ്തു. നടന്ന ഉപതെരഞ്ഞെടുപ്പിലെല്ലാം കൃത്യമായി വിജയം ഉണ്ടായി. ചേലക്കര തോറ്റെങ്കിൽ പോലും വിജയത്തിൻ്റെ മാർജിൻ കുറയ്ക്കാൻ സാധിച്ചു. ഏറ്റവും അവസാനം ഈ നഗരപാലിക നിയമത്തിന് ശേഷം 3 പതിറ്റാണ്ടിന് ശേഷം ഏറ്റവും ഉയർന്ന ലോക്കൽ ബോഡിയിൽ വിന്നിംഗ് മാർജിൻ കിട്ടി. ഇത്തവണ ഈ നിയമസഭയിലേക്ക് വന്നപ്പോൾ അല്പം പിന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അജുവേട്ടൻ ഈ മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ വരുന്നൊരു സൂചന മുമ്പ് ഉണ്ടായിരുന്നില്ല. ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലോ പ്രതിഷേധങ്ങളിലോ ഒന്നും കണ്ടിരുന്നില്ല. ഇതൊരു ഏതെങ്കിലും തരത്തിൽ മൈനസ് ആവുന്ന അജുവേട്ടന് തോന്നുന്നുണ്ട്? ഞാൻ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിൽ എവിടെ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടാലും മത്സരിക്കണം. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റും AICC ജനറൽ സെക്രട്ടറി SC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയൊക്കെ എടുക്കുന്നൊരു തീരുമാനം, അവരൊക്കെ ഈ പാർട്ടിയുടെ നന്മയ്ക്ക് ജയിക്കാവുന്ന സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണ് അവരൊക്കെ തീരുമാനിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ പരിഗണിച്ചവർ മോശമാണെന്നുള്ള അഭിപ്രായമില്ല. എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് എനിക്കിവിടെ 1 വർഷം മുമ്പ് എനിക്ക് ചാർജ് തന്നിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ എന്നെ ഇവിടെ മത്സരിപ്പിക്കാൻ ഉള്ള ഒരു തീരുമാനമെന്ന് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞൊരു വർഷമായിട്ട് കുന്നംകുളത്തുണ്ട്. ഇവിടെ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ആ സമയത്ത് തന്നെയാണ് മലപ്പുറം ജില്ലയിൽ വ്യത്യസ്ത സമരങ്ങളും ഞാനവിടെ UDFിൻ്റെ ജില്ലാ ചെയർമാനുമാണ്. തീർച്ചയായും ഈ KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ചാർജുള്ള സ്ഥലമായതുകൊണ്ട് കുന്നംകുളത്തും ഇവിടെ രാഷ്ട്രീയത്തിൽ ഉപരി സംഘടനാപരമായ കാര്യങ്ങളിലാണ് എനിക്ക് ശ്രദ്ധ വന്നത്. സംഘടനയുടെ എല്ലാ കാര്യത്തിലും ഇവിടെ എത്താറുണ്ടായിരുന്നു. ഈ കുന്നംകുളമായിട്ടുള്ള കൃത്യമായ ബന്ധം, രാഷ്ട്രീയ ചുമതലയ്ക്ക് അപ്പുറത്ത് വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അത്തരത്തിൽ ഏതൊക്കെ തരത്തിലുണ്ട്? അച്ഛനുമായിട്ടുള്ള ബന്ധത്തിനപ്പുറത്ത് ഇവിടേക്ക് വരുന്ന സാഹചര്യം പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടോ? അച്ഛൻ്റെ ഒരു ബന്ധം കുന്നംകുളം വലിയ ബന്ധങ്ങളുള്ളതാണ് അച്ഛന്. അച്ഛനെ അറിയാത്തവരായിട്ട് ഇവിടെ ആരുമില്ല.
ഞാൻ പലരെയും വോട്ട് വെച്ച് വിളിക്കുമ്പോൾ എന്നൊരു ഡോക്ടറെ വിളിച്ചപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞത്, താനത് എന്നോട് പറയണ്ട, എൻ്റെ മകൻ്റെ മാമോദിസയ്ക്ക് വന്നതാണ് തൻ്റെ അച്ഛൻ, ആ ഫോട്ടോ ഇന്നും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയാം. അതൊക്കെ സത്യത്തിലൊരു വലിയ അഭിമാന നിമിഷങ്ങളാണ്. ഞാൻ വിളിക്കുന്നവരൊക്കെ അവരെൻ്റെ അച്ഛനെ ഓർത്തെടുത്തുകൊണ്ടാണ് അവർ, ഈ പ്രായമായവർ. അവർ പറയുന്നത് മോനകൃഷ്ണൻ്റെ മകനല്ലേ, ചിലർ ചോദിക്കുന്ന മോനേട്ടൻ്റെ മകനല്ലേ, ഞങ്ങളോട് വോട്ട് ചോദിക്കണ്ട. അപ്പോൾ എനിക്ക് എൻ്റേതായൊരു എഡ്ജ് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരു ഭയം എനിക്കിതിലില്ല. കാരണം ഇവിടെ കുന്നംകുളത്തുകാർ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 2 കൈ നീട്ടിയിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മറ്റ് ആർക്ക് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസിനേക്കാളും കൂടുതൽ എനിക്ക് കിട്ടിയെന്നുള്ളൊരു വിശ്വാസക്കാരനാണ്. ഇവിടെ ഞാൻ പല മേഖലകളിലും സഞ്ചരിക്കുന്നു. ആ മേഖലകളിലൊക്കെ ഞാൻ 2 തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. 2 തവണ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഞാൻ കുറേ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ചതാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ അതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അങ്ങനെ പല തെരഞ്ഞെടുപ്പുകളും കണ്ട് വളർന്ന് എനിക്ക്, നമ്മൾ ഓരോ പ്രദേശങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ വോട്ടർമാരുടെ ജനങ്ങളുടെ ഒരു വികാരം, പൾസ് നേരിട്ട് മനസ്സിലാക്കാം. ആ പൾസ് ഈ ഗവൺമെൻറ്റിനെതിരാണ്. ഈ ഗവൺമെൻറ് എങ്ങനെയും പോകണം എന്ന് ആഗ്രഹിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരടക്കം ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ നിൽക്കുക. അവരൊക്കെ എന്നെ സഹായിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം. പൊതുസമൂഹം ഗവൺമെൻറ്റിൻ്റെ എതിരാണ്. അവർക്ക് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ശബരിമലയിലെ പ്രശ്നമൊന്നും ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അവിടെ സ്വർണം കട്ടതടക്കം, അതിലെ പ്രതികളടക്കം വെറുതെ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെ പല വിഷയങ്ങളിലും വിശ്വാസ സമൂഹം ഈ ഗവൺമെൻറ്റിനെതിരെ. പിന്നെ ഞാൻ ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ പത്രത്തിലൊരു വാർത്ത കാണാം, ഇവിടെ കേരളത്തിൽ ആത്മഹത്യകൾ പെരുകുന്നു, വട്ടിപ്പലിശക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാണ്ട്. ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും കൂടി ആലോചിച്ച് ഓപ്പറേഷൻ കുബേര എന്ന പേരിട്ടുകൊണ്ട് വട്ടിപ്പലിശക്കാരെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. വട്ടിപ്പലിശക്കാരൊക്കെ ഒഴിഞ്ഞു പോയി. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ തലമുറ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ രാസലഹരി ഒഴുകല്ലേ, കുട്ടികൾ രാസലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കില്ലേ? ഇതിവിടുത്തെ സംവിധാനം വിചാരിച്ചാൽ തകർക്കാൻ പറ്റില്ലേ? പോലീസ് സംവിധാനം, എക്സൈസ് സംവിധാനം ഉപയോഗിച്ച് ഒറ്റ ദിവസം ഒരു ഓപ്പറേഷൻ നടത്തിയാൽ നിർത്താൻ പറ്റാത്ത സംവിധാനമാണോ? ഒരു തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടേ? അവരുടെ പേരൻസ്, മക്കൾ പുറത്തു പോയാൽ തിരിച്ചു വരുമ്പോൾ ഭീതിയിൽ നിൽക്കുന്ന ഒരു കേരളമായി നമ്മുടെ കേരളം മാറിയില്ലേ? എന്ത് സുരക്ഷിത ഇവിടെ ഉള്ളൂ? അപ്പോൾ കേരളത്തിൽ അതുപോലെ ഒട്ടനവധി പേര്, വിദ്യാഭ്യാസ മേഖല, ഇവിടെ ആരാ പഠിക്കാൻ താല്പര്യപ്പെടുന്നു? എല്ലാവരും പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നു. ഇവിടെ അതിനുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറെ വയ്ക്കാൻ പോലും പറ്റാതെ തല്ലുകൂടുന്നൊരു കാഴ്ചയല്ലേ? എല്ലാ യൂണിവേഴ്സിറ്റികളും തകർത്തില്ലേ? പണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ അഭിമാനപൂർവ്വം പറയല്ലേ വിദേശത്തു നിന്ന് കുട്ടികളടക്കം വന്ന് പഠിക്കുക. ഇപ്പോൾ കേരളത്തിൽ വന്ന് പഠിക്കുന്നതിന് പകരം കേരളത്തിലെ വിദ്യാർത്ഥികൾ പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ രാജ്യം. അതുപോലെ പണ്ട് നമ്മൾ താലൂക്ക് ആശുപത്രി പോയാൽ, PH സെൻ്ററിൽ പോയാൽ നമ്മളോട് പറയാം താലൂക്ക് ആശുപത്രി പോകാൻ. താലൂക്ക് ആശുപത്രി പോയാൽ പിന്നെ നമ്മളോട് പറയാം ജില്ലാ ആശുപത്രി പോകാൻ. ഇപ്പം എന്താ, ജില്ലാ ആശുപത്രി പോയാൽ പറയും നേരെ താലൂക്ക് ആശുപത്രി, താലൂക്ക് ആശുപത്രിക്ക് പോയാൽ നേരെ താഴെ പോകാം. അപ്പോൾ ആശുപത്രി സംവിധാനം, അതായത് ആരോഗ്യ മേഖല ഇപ്പോൾ വെന്റിലേറ്ററാണ്. ഏത് മേഖലയും തകർത്തൊരു ഗവൺമെൻറ് അല്ലേ? നമ്മൾ കുന്നംകുളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കുന്നംകുളത്തിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം വിഷയങ്ങൾ ഊന്നിയാണ് UDF കുന്നംകുളത്ത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക? പൊതുവെ ഈ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായിട്ട് ഇവിടെ വിജയിച്ചു വരുന്നത് LDFിൻ്റെ പ്രതിനിധികളാണ്. ഒരു തവണ ഏറ്റവും അവസാനം മന്ത്രിയായിരുന്നു, പിന്നീട് അദ്ദേഹം MLA സ്ഥാനത്തുണ്ട്. സർവ്വവ്യാപിയായ വികസനം നടത്തി, കുന്നോളം വികസന പ്രവർത്തനങ്ങൾ നടത്തി തുടരണം LDF എന്ന മോട്ടോയിലാണ് അവർ പ്രവർത്തനം നടത്തുന്നത്. എന്തൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഊന്നിയാണ് കുന്നംകുളത്ത് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? ഞാൻ ഇന്ന് രാവിലെ മത്സ്യ മാർക്കറ്റിൽ പോയി.
ഞാൻ അവർക്ക് കൊടുത്തൊരു ഉറപ്പുണ്ട്. മത്സ്യ മാർക്കറ്റ് നിങ്ങൾ CCTV ഒന്ന് പോയി കാണണം. അവിടെ ഒരു വൃത്തിഹീനമായൊരു സാഹചര്യം. ഞാൻ MLA കുറ്റം പറയുന്നില്ല, പക്ഷെ അദ്ദേഹം കഴിഞ്ഞ തവണ അവിടെ പോയിരുന്നു. ഒരു കയ്യിലൊക്കെ എടുത്ത് പോയിട്ട് അവരോട് പറഞ്ഞത്ര ഇത് ഞാൻ ഉടനെ ശരിയാക്കും. കഴിഞ്ഞ 5 വർഷമായിട്ട് പിന്നെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ മത്സ്യം വാങ്ങാൻ പോകുന്ന മാർക്കറ്റ്, ആ മാർക്കറ്റിൻ്റെ ശോചനീയാവസ്ഥ, അവിടുത്തെ യൂണിയൻകാർ, വ്യാപാരികൾ, ഇത് വാങ്ങാൻ വരുന്നവർ, അവിടെ വെള്ളം ഒഴിഞ്ഞു പോകുന്ന ഒരു സംവിധാനമില്ലാതെ വർഷക്കാലത്ത് അവർ ബോട്ടിട്ടാൽ പോലും അവർക്ക് ചൊറിയും ചിരങ്ങും വരുന്നൊരു അവസ്ഥ. അത്ര ഒരു വലിയ കിണറുണ്ട് അവിടെ. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടാണ് ഇവർ കയ്യും കാലും കഴുകുന്നത്. ആ കിണർ നിങ്ങളൊന്ന് പോയി കാണണം. ഞാനിന്ന് കണ്ടു, സങ്കടം തോന്നും. വൃത്തിഹീനമായൊരു സാഹചര്യത്താണ് കുന്നംകുളത്തെ ഹാർട്ട് ഓഫ് ദ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന മത്സ്യ മാർക്കറ്റിൻ്റെ അവസ്ഥ. അവർക്കൊരു മോചനം കൊടുക്കണ്ടേ? അവരവിടുന്ന് രക്ഷപ്പെടുത്തണ്ടേ? പല വാഗ്ദാനങ്ങളും കൊടുത്ത് മത്സ്യമേഖലയിലെ തൊഴിലാളികളെയും അവിടുത്തെ ആൾക്കാരെയും വഞ്ചിക്കാൻ അത് ഞാൻ കൂട്ടേക്കില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം നമ്മൾ മീൻ വാങ്ങുന്നവർ അവിടെ പോകുമ്പോഴൊക്കെ അറിയാം, അവിടെ വലിയൊരു കോംപ്ലക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് പൂട്ടിയിട്ടിരിക്കുന്നു. നിയമ തടസ്സങ്ങളാണ് കാരണം എന്ന് പറഞ്ഞു. പ്രൊജക്ട് തയ്യാറാണെന്ന് പറയുന്നത്. പ്രൊജക്ട് തയ്യാറാണ്. എന്താ നിയമ തടസ്സം എന്താണെന്ന് എനിക്കറിയാത്തത്. ആരാ, എവിടെ തടസ്സം? ഒരു ഗവൺമെന്റ് വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്ത തടസ്സങ്ങൾ. മുൻ കരാറുകാരനായിട്ടുള്ള എന്തൊക്കെ തർക്കങ്ങളും. എന്താണ് മുൻ കരാറുകാരനായിട്ടുള്ള എന്തോ തർക്കങ്ങൾ നിർമ്മാണത്തിൽ, അതൊക്കെ ഹൈക്കോടതിയിൽ നിൽക്കുന്നു. അപ്പൊ ഇനി ആ ബിൽഡിംഗ് പൊളിഞ്ഞു പോകുന്നത് ആ സ്ഥിതി അവിടെ തുടരുകയാണോ? ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും മത്സ്യ മാർക്കറ്റ് എന്ന രീതിയിൽ. മത്സ്യ മാർക്കറ്റ് അതുപോലെ ആവശ്യത അനുഭവിക്കുന്നവരുടെ വിഷയങ്ങൾ. ഇവിടെ നമ്മളൊരു ആശുപത്രി കെട്ടിടം പണിതു, താലൂക്ക് ഓഫീസ് പണിതു, റോഡ് ഉണ്ടാക്കൽ മാത്രമല്ല ഇവിടുത്തെ വികസനം. അത് ആവശ്യങ്ങൾ തന്നെ. അത് ഞാൻ ഒരിക്കലും അതൊന്നും നിഷേധിക്കുന്നില്ല. ഞങ്ങളുടെ പൊന്നാനി ആശുപത്രി വന്ന് നോക്കിയാലും ഈ വികസനം അവിടെ നടന്നിട്ടുണ്ടല്ലോ. അവിടുത്തെ ഞങ്ങളുടെ MLA കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഞങ്ങൾ പ്രതിപക്ഷത്താണെങ്കിലും നന്ദകുമാർ MLA അവിടെയും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ മറ്റേ താലൂക്ക് ഓഫീസ്. അപ്പം അതൊക്കെ ഒരു കടമയല്ലേ നമ്മുടെ. പിന്നെ 10 വർഷം ഒരു ഗവൺമെൻറ് കയ്യിലുണ്ടായിട്ട് ഇത്രത്തോളം വികസനം നടത്താൻ പറ്റിയിട്ടുള്ളൂ. നിങ്ങൾ ബാക്കി നിയോജകമണ്ഡലം പോയി നോക്കൂ, ഇതിൻ്റെ ഇരട്ടി വികസനങ്ങൾ നടക്കുന്നില്ലേ? നമ്മുടെ നാട് മാറല്ലേ, ഓരോ ദിവസം മാറുമ്പോൾ അതിനനുസരിച്ച് മാറണ്ടേ? ആ മാറ്റം ഇവിടെ കുന്നംകുളത്ത് ഉണ്ടായിട്ടുണ്ടോ? വികസനത്തിന്റെ പ്രധാന ന്യൂനതയായിട്ട് എന്താ കാണുന്നത്? കുന്നംകുളം ഒരു വ്യാപാര മേഖലയാണ് അല്ലേ? ഒട്ടനവധി ഇൻഡസ്ട്രീസ് ഉള്ളതാണ്. ഈ ഇൻഡസ്ട്രീസ് ഗവൺമെൻറ് വല്ലതും അവർക്ക് വേണ്ട വല്ലതും ചെയ്യുന്നുണ്ട്? എത്ര തൊഴിലാളികളോടെ പണിയെടുക്കുന്നു? എത്ര കാശ് മുടക്കിയിട്ടാണ് ഈ ഇൻഡസ്ട്രിയൽ മേഖല ഇവിടെ നടക്കുന്നത്? ബുക്കായാലും പ്ലാസ്റ്റിക് ആയാലും ഒക്കെ കേരളം ആശ്രയിക്കുന്നത് കുന്നംകുളത്തിനല്ലേ? അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇന്നേവരെ കുന്നംകുളത്തിന് കിട്ടിയില്ല. അടയ്ക്ക മാർക്കറ്റ് ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്ന കുന്നംകുളമല്ലേ? അടയ്ക്ക മാർക്കറ്റ്, നെല്ല്, ഇതൊക്കെ നിയന്ത്രിച്ചിരുന്ന കുന്നംകുളമാണ്. അങ്ങനെ കുന്നംകുളം അതിലൊക്കെ വലിയ അഭിമാനത്തോടു കൂടി പേരെടുത്ത് പറഞ്ഞിരുന്നതാണ് കുന്നംകുളം. ഇന്ന് ആ പഴയ പെരുമ കുന്നംകുളത്തിനുണ്ടോ? അപ്പം എന്ത് വികസനം വന്നു എന്നാ പറയുന്നത്? കുന്നംകുളത്തിൻ്റെ പേര് വികസിക്കട്ടെ, എല്ലാം ബ്രാൻഡഡ് കുന്നംകുളം വരുന്നു. ഇവിടെ നിന്നല്ലേ എല്ലാം ചെയ്യുന്നത്. പക്ഷെ അവർക്ക് അതിനുള്ള വല്ല അംഗീകാരം കിട്ടുന്നുണ്ടോ? എല്ലാ മേഖലയുള്ളത് കുന്നംകുളത്തല്ലേ? ഇതിന് കോൺഗ്രസ് തയ്യാറാക്കുന്ന ഒരു മറു വിഷൻ ഉണ്ട്, വിഷൻ കുന്നംകുളം എന്നൊക്കെ പറഞ്ഞ്. ഈ കോൺഗ്രസ് ഇതിന് എങ്ങനെയാണ് ഇത് റിക്കവർ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ? അത് കോൺഗ്രസ് തയ്യാറാക്കുന്ന വിഷൻ കോൺഗ്രസ് കമ്മിറ്റികളുമായി അല്ലെങ്കിൽ UDF കമ്മിറ്റികളുമായി ആലോചിച്ചതിന് ശേഷമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഏതായാലും ഇവിടെയുള്ള ഓരോ മേഖലയിലുള്ള പ്രഗത്ഭരുമായി വിജയിച്ച എന്തായാലും മാറ്റം വരുത്തോ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ? എന്നാൽ കഴിയാവുന്നത് എല്ലാം ചെയ്യും. കാരണം ഭരണം UDF-നാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ആ 100 സീറ്റ് കിട്ടിയിരിക്കും. UDF ഭരണത്തിൽ വരും. ആ ഭരണത്തിൽ വന്നാൽ ഇവിടെ കുന്നംകുളത്തിൻ്റെ മുഖച്ഛായ മാറ്റും. കൈകൾ ശുദ്ധം എന്ന മോട്ടോയിലൂന്നിയാണ് പ്രത്യേകിച്ച് കുന്നംകുളത്ത് ഈ പ്രചരണം അജേട്ട ഈ UDF-ന്റെ സ്ഥാനാർത്ഥി നടത്തുന്നത്. ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മോട്ടോ അല്ലെങ്കിൽ തലക്കുറി വാചകമാണ്. എന്തുകൊണ്ടാണ് കൈകൾ ശുദ്ധം എന്ന രീതിയിലുള്ള ഒരു ക്യാപ്ഷനിലേക്ക് പോയത്?
നിങ്ങൾക്ക് എന്താ അത് തന്ത്രമാണെന്ന് തോന്നാൻ കാരണം അതെനിക്കൊന്ന് പറഞ്ഞുതരൂ. അല്ല, പൊതുവെ മറ്റ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ BDJS ആയാലും ആ തരത്തിലേക്ക് പോവുക പ്രചരണമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നത് മുതൽ ഈ കൈകൾ ശുദ്ധം. അതെ, അത് എന്തുകൊണ്ടാണ് അത് ഞാൻ പറയാൻ കാരണം എന്ന് നിങ്ങളൊന്ന് എനിക്കൊന്ന് പറഞ്ഞു. അല്ല, അതുമായി ബന്ധപ്പെട്ട് UDF സ്ഥാനാർത്ഥിക്ക് നിങ്ങളുടെ വായിൽ നിന്ന് എനിക്കത് കേൾക്കണം. CCTV ചോദിച്ച ചോദ്യം ഇവിടുത്തെ പൊതുസമൂഹം ചോദിക്കുന്നതാണ്. അജയ് മോഹൻ എന്തുകൊണ്ട് കൈകൾ ശുദ്ധം എന്ന് പറയുന്നു? ഒരു തരത്തിലുള്ള വ്യക്തി ജീവിതത്തിലെ സംശുദ്ധമായിട്ടുള്ള ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് എൻ്റെ കൈകൾ ശുദ്ധം എന്ന് ഞാൻ പറയുന്നത് എക്കാലവും എൻ്റെ കയ്യ്, എൻ്റെ അച്ഛൻ്റെ കയ്യ്, എൻ്റെ വീട്ടിൽ ഒരാളുടെ കയ്യും അശുദ്ധമായിട്ടില്ല. പക്ഷേ നിങ്ങൾ ചോദിച്ച ചോദ്യം അതിൻ്റെ ഇന്നർ മീനിങ് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം. രാജോട്ടാ, ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ഈ കരുവന്നൂർ പോലുള്ള വിഷയങ്ങൾ UDF ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിവിടുത്തെ എത്ര ഇരകളുള്ള സ്ഥല ഈ കരുവന്നൂര്, എത്ര പേര് ആത്മഹത്യ ചെയ്തു? ഈ കരുവന്നൂർ ബാങ്ക് വിഷയം ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ UDFന്? ഇവിടുത്തെ ജനത്തിന് പോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ആ ക്യാമ്പയിനിങ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ കൈകൾ ശുദ്ധം. എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ കറ പറ്റിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ശരീരത്തിൽ കറ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എതിരാളികളെ വെല്ലുവിളിക്കുന്നു. എൻ്റെ നോമിനേഷൻ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഞാനൊരു അഴിമതിക്കാരനായിട്ട് എവിടെയെങ്കിലും നിങ്ങൾ എന്നെ രേഖപ്പെടുത്തിയാൽ അന്ന് ഞാൻ വിഡ്രോ ചെയ്യാൻ പോലും തയ്യാറാണ്. ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിപ്പറയുന്നു, എൻ്റെ കൈകൾ ശുദ്ധം. കഴിഞ്ഞ ദിവസം ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന LDFന്റെ സ്ഥാനാർത്ഥിയോട് സമാനമായ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. രാഷ്ട്രീയമായ വേട്ടയാടിനപ്പുറത്ത് യാതൊന്നും അതിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക്, ഒപ്പോസിഷൻ നിൽക്കുന്ന ആൾക്കാർക്ക് തെളിയിക്കാൻ സാധിച്ചാൽ, നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പൊതുപ്രവർത്തന ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു. ഒപ്പം തന്നെ വയനാട്ടിലെ സമാനമായ ബാങ്ക് ക്രമക്കേട് ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു. DCC ട്രഷററും മകനും മരിക്കുന്ന ഒരു സാഹചര്യം, IC ബാലകൃഷ്ണൻ MLA അതിലെ നിയമപരമായി പ്രതിയാക്കുന്ന സാഹചര്യം, അദ്ദേഹം തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി വരുന്നു. അദ്ദേഹത്തിന്റെ മകനും മരുമകളും ഇത് രാഷ്ട്രീയമായിട്ടുള്ള വഞ്ചനയാണ്. പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു തരത്തിലും അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കാൻ സാധിക്കില്ല. ഇതൊരു രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ് എന്നാണ് LDFന്റെ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആക്ഷേപം. എങ്ങനെ മറുപടി? ഇപ്പോൾ IC ബാലകൃഷ്ണനെതിരെ ഈ മരിച്ച DC ട്രഷറർ മകനും മരുമകളും ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ എന്തോ മാധ്യമങ്ങളോട് എന്തോ പ്രതികരിച്ചിട്ടുണ്ട്. അത് ഈ കോൺഗ്രസ് പാർട്ടിയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും. അതിൽ IC ബാലകൃഷ്ണൻ്റെ പേരിലൊന്നും ഒരു CBI അന്വേഷണമോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇവിടുത്തെ ക്രൈംബ്രാഞ്ച്, ഇവിടുത്തെ പോലീസും എടുക്കുന്ന കേസ്, ആ കേസിൽ അപ്പുറത്തൊന്നും പോയിട്ടില്ല. അത് കോടതി തന്നെ ജാമ്യം കൊടുക്കുകയാണ്. ഇത് ED റെയ്ഡ് ചെയ്ത് കൊണ്ടുപോയിട്ട്, ഞാൻ വ്യക്തിപരമായിട്ട് പറയേണ്ടതെന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പറയുന്നത് ഞാൻ വ്യക്തിപരമായിട്ടല്ല, പക്ഷെ നമ്മുടെ ഡെപ്പോസിറ്റ് ഫ്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലൊന്നും അവിടെ IC ബാലകൃഷ്ണൻ വന്നിട്ടില്ല. ഡെപ്പോസിറ്റ് റീസ്റ്റോർ ചെയ്തു അദ്ദേഹത്തിൻ്റെ കോടതി ഇടപെട്ട് ഉണ്ടായിരിക്കാം. പക്ഷെ അങ്ങനത്തെ ഒന്നും ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. അതൊക്കെ വരുന്നൊരു സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈകൾ അശുദ്ധമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്നെക്കാളും സീനിയോറിറ്റിയുള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹം മോശക്കാരനാണെന്ന് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ ശുദ്ധമാവട്ടെ. ഞാൻ എൻ്റെ കൈകൾ അശുദ്ധമല്ല. തീർച്ചയായും. അല്ല, അതിലെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ, മെറിറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് MLA സ്ഥാനത്ത് തുടരാൻ പോലും സാധിക്കില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് ആ വിഷയം അങ്ങനെ വിടാം. നമുക്കറിയാം, കുന്നംകുളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കഴിഞ്ഞ സമീപകാലത്തേക്കും BJP ശക്തമായ വോട്ട് ഷെയർ ഉള്ള ഒരു മേഖലയാണ് കുന്നംകുളം. മുൻ തെരഞ്ഞെടുപ്പുകളിൽ KK അനീഷ് കുമാർ വരുന്ന സമയത്ത് 10,000 വോട്ട്, അതിന് മുമ്പ് 6,000 വോട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സമീപത്ത് നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 30,000-ഓളം വോട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സരസ്വതി ടീച്ചർ നിൽക്കുന്ന സമയത്തും അത്രത്തോളം വോട്ട് ഷെയർ ഉണ്ട്. ഈ കുന്നംകുളം നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ BJP സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ തവണ കുന്നംകുളം നഗരസഭയിൽ മുഖ്യ പ്രതിപക്ഷം BJP ആയിരുന്നു. ഇത്തവണ കുന്നംകുളത്ത് BJPയുടെ കാൻഡിഡേറ്റ് ഇല്ല, താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയില്ല. പകരം BDJS സ്ഥാനാർത്ഥിയെ തീർത്തും ദുർബലരെന്ന് പൊതുവെ രാഷ്ട്രീയതകൾ പറയുന്ന BDJSന്റെ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. BDJSനാണെങ്കിൽ കുന്നംകുളം നിയോജക മണ്ഡല പരിധിയിൽ എവിടെയും ഒരു പഞ്ചായത്തിൽ പോലും മെമ്പറില്ല. BJPയിൽ പൊതുവെ ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് BJP പല സീറ്റുകളിലും മുന്നണി ധാരണ പ്രകാരം പ്രധാനപ്പെട്ട സീറ്റുകളിൽ 20-20ക്കും BDJSന് സീറ്റ് നൽകുന്നത് അതൊരു CPM BJP ധാരണയാണ് എന്ന് പറയുന്നു. ഇവിടെ കുന്നംകുളത്തോട് വരുമ്പോൾ കഴിഞ്ഞ ദിവസം LDFന്റെ സ്ഥാനാർത്ഥി LDF നേതൃത്വം പറയുന്നത് കുന്നംകുളത്ത് BJP കോൺഗ്രസുമായി തന്നെ ധാരണ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ ഒപ്പം തന്നെ കുന്നംകുളം LDF പൊളിറ്റിക്കലായിട്ടുള്ള ഈ ആരോപണങ്ങൾ അങ്ങ് കാണുന്നത്? ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ആരാ?
നരേന്ദ്രമോദി. കേരളം ഭരിക്കുന്നത് ആരാ? പിണറായി വിജയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യമാണല്ലോ ബി ജെ പിക്ക് ഉള്ളത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് പറയുന്നത്. അല്ലാതെ CPM മുക്ത ഇന്ത്യ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസ് മുക്ത ഭാരതം. ആ കോൺഗ്രസ് മുക്ത ഭാരതത്തിൽ കേരളത്തിലെ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും പെടുന്നുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞ ഇത് ശരിയായിട്ട് വരുന്നത്. ഇത്തവണയും പിണറായി വിജയനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ BJP ആണ്. അത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഈ പ്രാദേശികമായ നീക്കുപോക്ക്, അങ്ങ് KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണല്ലോ, പ്രാദേശികമായ നീക്കുപോക്ക് സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രാദേശികമായി വരുന്ന ഈ ആരോപണം പാലക്കാട് ഉൾപ്പെടെ കേൾക്കുന്നു. കുന്നംകുളത്ത് നേരെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് UDF സ്ഥാനാർത്ഥിയായിരിക്കാം BJP വോട്ടിന്റെ ഗുണഭോക്താവ് എന്നാണ്. അത് നേരിട്ടൊരു മറുപടി എന്തെങ്കിലും തരുന്നതാണ്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴൊക്കെ CPM പരാജയപ്പെടുമ്പോൾ പറയുന്നതാണ് ഞാൻ സംഘിയാണ്, ഞാൻ BJP ആണെന്നൊക്കെ. ഇത്തവണ അതൊന്നും ഇവിടെ യേശില്ല. അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ് തഴമ്പിച്ചതാണ്. എന്നെ ഒരിക്കലും അങ്ങനെ ഇനി മുദ്ര കുത്താൻ പറ്റില്ല. ഇവിടെ ഒരു വർഗീയ കക്ഷിയുടെ വോട്ട് വേണ്ട എന്നുള്ളതാണ്. പാർട്ടി ലൈനിന് അപ്പുറം ഉള്ളൊരു ലൈൻ എനിക്ക് എൻ്റെ ജീവിതത്തിലില്ല. പാർട്ടി ഇവിടെ ഒരിക്കലും BJPയുമായി ഒരു സഖ്യം ഉണ്ടാക്കില്ല. ഒരു വർഗീയ കക്ഷികളുമായിട്ട് ഞങ്ങളൊരു സഖ്യത്തിനുമില്ല. ഒരു കാലത്തും മരണം വരെ ഒരു വർഗീയ കക്ഷികളുമായിട്ടൊരു സഖ്യത്തിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ ജില്ലാ UDF ചെയർമാനാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഒരു വർഗീയ കക്ഷികളുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഞങ്ങൾ ഉണ്ടാവുകയില്ല. ക്ലിയർ കട്ടായിട്ട് പറയുന്നു വർഗീയ കക്ഷിയുടെ വോട്ട് വേണ്ട. ക്ലിയർ കട്ട് വർഗീയ കക്ഷിയുമായി ഒരു കൂട്ടുകെട്ട് ഞങ്ങൾക്കില്ല. തീർച്ചയായും വർഗീയ പരാമർശം വന്നുകൊണ്ട് മാത്രം ചോദിക്കാം. നമ്മൾ തൊട്ടടുത്ത് ക്ലോസ് ആയിട്ട് എടുക്കുന്ന മണ്ഡലമാണ് ഗുരുവായൂർ നിയോജക മണ്ഡലം. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി വർഗീയ പരാമർശം നടത്തുകയും ഒപ്പം തന്നെ അതിനെതിരെ LDF UDF രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മതപരാമർശങ്ങൾക്കെതിരെ, മതവിരുദ്ധമായ പരാമർശങ്ങൾക്കെതിരെ കൃത്യമായ രീതിയിൽ പ്രചരണം നടത്തുകയും രംഗത്ത് വരികയും ചെയ്യുന്ന ആളാണ്. മലപ്പുറത്തിന്റെ പരാമർശം വന്ന സമയത്ത് ശക്തമായി പ്രതികരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഈ തരത്തിലേക്ക് വർഗീയ സ്വഭാവത്തിലേക്ക് ഈ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നത്? എന്താണ് അത് സംബന്ധിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? നമ്മൾ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ സജി ചെറിയാനും ഗോപാലകൃഷ്ണനും ഒക്കെ കുറേ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലെ വർഗീകരിക്കാൻ ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരാ? CPMും ഗോപാലകൃഷ്ണൻ പോലുള്ള BJP അല്ലേ? അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കേരളത്തിൽ പറ്റുമോ? ഇവിടെ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യാനിയൊക്കെ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നിൽക്കണ്ടേ? അങ്ങനെ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ വർഗീയതയുടെ വിഷം ഇവർ തള്ളില്ലേ? ഗോപാലകൃഷ്ണൻ പറഞ്ഞ അങ്ങേറ്റത്തെ തോന്നിയസല്ലേ പറഞ്ഞത്? അതിലൊക്കെ വല്ല കോംപ്രമൈസും ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അതിലൊന്നും യാതൊരു സജി ചെറിയാൻ പറഞ്ഞതും തോന്നിയസല്ലേ? ഇവരൊക്കെ ഇവിടെ വർഗീയത ഉണ്ടാക്കുക. ആ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് ഞാൻ എക്കാലവും ഉന്നയിച്ചിട്ടുള്ള. ഇന്നും എന്നും എൻ്റെ മരണം വരെ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം തന്നെ. പൊതുവെ LDF CPM പറയുന്ന പ്രധാനപ്പെട്ട ആരോപണ സമീപകാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം വർഗീയ സ്വഭാവമുള്ള കക്ഷികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് UDF സമീപകാലത്ത് നടത്തിയ എല്ലാ നേട്ടങ്ങളും, ഇപ്പോൾ ലോക്കൽ ബോഡി ആണെങ്കിൽ, പാർലമെന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബൈ ഇലക്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിൽ വർഗീയ സ്വഭാവമുള്ള കക്ഷികളെ കൂട്ടിപ്പിടിച്ചാണ് കോൺഗ്രസിന്റെ UDFന്റെ മുന്നേറ്റം എന്നും പറയുന്നു. എങ്ങനെ കാണാം? ഞാനൊരു കാര്യം ചോട്ടെ, ഈ നാട്ടിൽ PDP മദനിയുടെ PDP വന്നപ്പോൾ പിണറായി വിജയൻ കുറ്റപ്പെടുത്തിയ ഒരു യോഗത്തിൽ മദനിയനെ കാത്തിട്ട് 2 മണിക്കൂറാണ് നിന്നത്. PDPയുടെ മദനിയനെ കാത്തിട്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കാണാൻ ആദ്യം ആരാ പോയത്? ആദ്യം ആരാ സഖ്യം ഉണ്ടാക്കിയത്? ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയത് ആരാ? നിങ്ങളൊക്കെ വായിക്കണം. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പൊക്കി പറഞ്ഞതൊക്കെ പിണറായി വിജയൻ്റെ ദേശാഭിമാനിയിലല്ലേ? അപ്പം ഞങ്ങൾക്ക് നിരുപാധികം ഇന്ത്യ രാജ്യത്ത് ഈ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ അത് വേണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റുക? അവർ കഴിഞ്ഞ കാലങ്ങളിലെടുത്ത മാറ്റം അവർ ഇത്തവണ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് ഐക്യജനാധിപത്യ മുന്നണി വേണം കേരളത്തിൽ. ഇവിടെ മതസൗഹാർദ്ദം കാക്കാൻ ഐക്യ മുന്നണി വേണം. ഇവിടുത്തെ സമ്പദ്ഘടന രക്ഷപ്പെടണമെങ്കിൽ ഐക്യമുന്നണി വേണം. അവർക്ക് അവരുടെ തീരുമാനങ്ങൾ മാറ്റാനുള്ള അവകാശമില്ലേ? അപ്പം പിണറായി വിജയൻ ചെയ്യുന്നത് തെറ്റല്ലാന്നും ഞങ്ങളെ സമീപിച്ച് ഞങ്ങൾക്ക് വോട്ട് തരാൻ തീരുമാനിച്ചു അത് വലിയൊരു അപരാധം എന്ന് പറഞ്ഞാൽ അതെന്ത്? അല്ല ചേട്ടാ, അതെ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സഖ്യമോ നീക്കുപോക്കോ എന്തുകൊണ്ട്? അതോ അവരുടെ പിന്തുണ സ്വീകരിക്കുക മാത്രമേ ഉള്ളൂ? നമ്മൾ ആരെങ്കിലുമായിട്ട് സഖ്യമുണ്ടോ? ഐക്യജനാധിപത്യ മുന്നണിയുടെ കക്ഷികൾ നിങ്ങൾക്ക് അറിയില്ലേ? CMP, RJD അതുപോലുള്ള കക്ഷികളല്ലേ വേറെ ഏത് കക്ഷിയായി മുന്നണിയിലുള്ളത്?
പിന്നെ ഞങ്ങൾക്ക് ഇവിടെയുള്ള ആര് വോട്ട് തരുമ്പോഴും വേണ്ടെന്ന് പറയൂ. ഒരു സ്ഥാനാർത്ഥി ആരുടെ വോട്ടോ വേണ്ടെന്ന് പറയുന്നത്. അപ്പം ഇപ്പം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചാൽ അവർ വർഗീയ കക്ഷി, നേരെ മറിച്ച് CPM വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അവർ നല്ലവർ. ആ ഒരു സമീപനം ഞങ്ങൾക്കില്ല. അജിയുടെ പ്രചരണത്തിന് ആദ്യ ദിവസം വരുമ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, രണ്ടാം ഘട്ട പട്ടിക വന്നിട്ടില്ല. അങ്ങ് ആദ്യം വന്നു, കക്കാട് ക്ഷേത്രത്തിൽ വന്നു. കക്കാട് ക്ഷേത്രം ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കും. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരു പ്രതികരണം തരുന്ന സമയത്ത് ക്ഷേത്രനടയിൽ വെച്ച് പറയുകയാണ്, അമ്പലക്കള്ളന്മാരെ എന്തായാലും ഈ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാന വ്യാപകമായും ഒരു വിധി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ശബരിമല കൃത്യമായ രീതിയിൽ പരാമർശിച്ചാണ് പറഞ്ഞത്. ശബരിമല വിഷയം നമുക്കറിയാം, സമീപകാലത്ത് സോണിയാഗാന്ധിക്കെതിരെ വരെ ആക്ഷേപം വരുന്ന തരത്തിൽ വന്നു. ഒപ്പം തന്നെ അടൂർ പ്രകാശിനെതിരെ ആക്ഷേപം വന്നു, ആന്റണിക്കെതിരെ വന്നു. പ്രത്യക്ഷത്തിൽ അങ്ങനെ പറയുമ്പോൾ തന്നെ കോൺഗ്രസിനെതിരെയും അതിൽ ആക്ഷേപമല്ലേ? കോൺഗ്രസിലെ ആരെങ്കിലും ജയിലിൽ കിടന്നുണ്ടോ? CPM മുൻ MLA, ജില്ലാ കമ്മിറ്റി മെമ്പർ, അയാളെ SIT അറസ്റ്റ് ചെയ്തില്ലേ? എന്നിട്ട് അയാളെ എന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത്? എത്ര ദിവസമായി മാറ്റി നിർത്തിയിട്ട് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് നോമിനേഷൻ കൊടുക്കുന്ന സമയത്താണ്. കോൺഗ്രസിൻ്റെ ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടോ? അടൂർ പ്രകാശ് ജസ്റ്റ് വിളിപ്പിക്കല്ല. എന്താ ഉണ്ടായത്? അടൂർ പ്രകാശ് ഇയാളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ട് അത് ഫോട്ടോ. ഇപ്പം ഞാനിവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന് എത്ര ആൾ എന്നെയായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്? എത്ര ആൾ ഫോട്ടോ എടുത്തു? അതിൽ വല്ല കള്ളന്മാരുണ്ടെന്ന് എനിക്കറിയൂ. അത്രേ ഉള്ളൂ. അതിൽ വേറെ എന്തായാലും ഒരു ഫോട്ടോ വെച്ചിട്ട്, അങ്ങനെ ഫോട്ടോ വെച്ചിട്ട് ഫോക്കസ് ചെയ്യണമെങ്കിൽ പിണറായി വിജയന് പുറത്തിറങ്ങി എടുക്കാൻ പറ്റും. 24 മണിക്കൂറും പിടിച്ച് ജയിലിടണ്ടേ? 24 മണിക്കൂറും ചോദ്യം ചെയ്യണ്ടേ? പിന്നെ അയാളായോണ്ടൊരു ഗുണമുണ്ട്, ഫോട്ടോ പോയിട്ട് അയാളുടെ അടുത്ത് നിൽക്കാൻ ആരും സമ്മതിക്കുന്നില്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെ പോലുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ ആരും എപ്പം നിന്നും ഫോട്ടോ എടുക്കും, അതിൽ യാതൊരു മടിയില്ല. ആ ഫോട്ടോ എടുത്തതിനൊക്കെ പിടിച്ചിട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ പറ്റുമോ? അടിമുടി പൊളിറ്റിക്കലായ ഒരു കുടുംബമാണ്, നമുക്കറിയാം. അച്ഛനാണെങ്കിൽ AICC മെമ്പറായിരുന്നു, മുൻ MLA ആണ്, ഗുരുവായൂർ ദേവസ്വം ചെയർമാനായിരുന്നു. അമ്മയും മഹിളാ കോൺഗ്രസിൽ സജീവമായിട്ടുണ്ടായിരുന്നു. ചേട്ടനും അല്പം കോൺഗ്രസ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഈ ഓർമ്മകളൊക്കെ നൽകുന്ന ഊർജ്ജം എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, പൊതുപ്രവർത്തന രംഗത്ത്? ഞാൻ വളരെ കുട്ടിക്കാലത്ത് എനിക്ക് പെട്രോമാക്സ് പിടിച്ചിട്ട്, അന്ന് കുഞ്ഞമ്പു ആരോ മത്സരിക്കുമ്പോഴായിട്ട് പാർട്ടി പ്രവർത്തകർ എന്നോട് ഈ പെട്രോമാക്സ് പിടിക്കണമെന്ന്, ചുമര എഴുതാൻ പോകാൻ വേണ്ടി ഈ പെട്രോമാക്സ് പിടിച്ചു കൊടുക്കലാണ്. അത്ര കുട്ടിക്കാലത്ത് ട്രൗസർ ഇട്ട് വളരെ കുട്ടി, പെട്രോമാക്സ് പൊക്കാനുള്ള ആവത് പോലും ഇല്ലാതെ അത് പിടിച്ച് താങ്ങി പോയിട്ട് ചുമരെഴുത്ത് ഒക്കെ നടത്തുമ്പോൾ അത് നോക്കി കണ്ട് കുട്ടിക്കാലം മുതൽക്ക് കോൺഗ്രസ്സിൽ ആകൃഷ്ടനായതാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ ഒരു 10-60 ആളെ വെച്ചിട്ട് സേവാദൾ ക്യാമ്പ്, ഒരു സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിത്ത് യൂണിഫോം ഒക്കെ സംവിധാനം വെച്ച് 20 ദിവസത്തെ 25 ദിവസത്തെ ഒരു ട്രെയിനിങ് ക്യാമ്പ്, അവർ വീട്ടിൽ താമസിച്ചിട്ടാണ് ക്യാമ്പ്. അപ്പോഴൊക്കെ നമുക്കൊരു വലിയൊരു മനസ്സിനൊരു അഭിമാനം തോന്നുക. എൻ്റെ വീട്ടിൽ പറമ്പിൽ സേവാദൾ ട്രെയിനിങ്ങിന് ആൾക്കാർ വരുന്നു. അവർ രാവിലെ 5 മണി മുതൽക്ക് ട്രെയിനിങ്. അപ്പോൾ ഭയങ്കര എനിക്ക്, പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ രാഷ്ട്രീയക്കാരനാവുന്ന കണ്ട് എന്നെ അച്ഛൻ ആദ്യം തന്നെ ഇവിടെ 3-ാം ക്ലാസ്സിൽ ബദനിയിൽ കൊണ്ട് ചേർത്തു, കുന്നോളം ബദനിയിൽ. അന്ന് ലാസറച്ചുണ്ടായിരുന്നു, ഒരു വെള്ള താടിയൊക്കെ വെച്ചിട്ടൊരു അച്ഛൻ. ഹൈസ്കൂൾ വരെ അവിടെ അന്നുണ്ട്. കുര്യാക്കോസ് അച്ഛനുണ്ട്. ഇവരായിരുന്നു അവിടെ എൻ്റെ. അപ്പോൾ 3-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ വാശി പിടിച്ച് ഞാൻ ഇവിടെ ഇല്ല. കാരണം അന്ന് സ്ട്രിക്റ്റ് ഉള്ളൊരു സ്കൂള്, കുട്ടികൾ നന്നാകാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഈ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കാനുള്ളൊരു വിഷമം, അമ്മേനെയും അച്ഛനെയൊന്നും കാണാൻ നിൽക്കാനുള്ളൊരു വിഷമം. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി അവിടെ ഉള്ളൊരു സ്കൂളിൽ ചേർന്നു. അപ്പോഴും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമായി മാറും എന്ന് കണ്ട് അച്ഛൻ നേരെ എന്നെ കളമശ്ശേരി രാജഗിരി ഹൈസ്കൂളിൽ കൊണ്ടാക്കി. 10-ാം ക്ലാസ് വരെ രാഷ്ട്രീയമില്ല. പിന്നെ ശ്രീകൃഷ്ണ കോളേജിൽ വന്നപ്പോൾ പൊതുപ്രവർത്തനം തുടങ്ങുന്നത് ശ്രീകൃഷ്ണ കോളേജിൽ നിന്നാണ്. അപ്പോൾ അതിന് മുമ്പേ ശ്രീകൃഷ്ണ കോളേജിൽ ചേരുന്നതിന് മുമ്പേ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ ആദ്യത്തെ ബൈപ്പാസ് സർജറി വരിക. ആ ബൈപ്പാസ് സർജറി അന്ന് ഇന്ത്യയിൽ ബൈപ്പാസ് ഇല്ല. അന്ന് ഇന്ദിരാഗാന്ധി ബഹുമാന്യ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവിടുത്തെ ഹൈക്കമ്മീഷണറെ വിളിച്ച്, പ്രിയപ്പെട്ട ലീഡർ വിളിച്ച് ഏർപ്പാട് ചെയ്ത ഹൈക്കമ്മീഷണർ സേതുമേനെ വിളിച്ച് അവിടെ ഓപ്പറേഷനിലൊക്കെ ചെയ്തു.
അന്ന് അച്ഛൻ്റെ കൂടെ പോകാൻ ഞങ്ങൾ മക്കളൊക്കെ ചെറുതാണ്. അന്ന് അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ സഹോദരനായിട്ട് പോയത് കഴിഞ്ഞ ഒരു 4-3 മാസം മുമ്പ് മരിച്ച ഹൈദരാജിയാണ്. അച്ഛൻ്റെ കുടുംബത്തിലൊരാളായിട്ട് പോകുന്നത് ഹൈദരാജിയാണ്. ഹൈദരാജിയാണ് അച്ഛൻ്റെ എല്ലാം ആയിട്ട് ആശുപത്രിയിൽ നിന്നത്. അന്ന് ഡോക്ടർ KTB മേനോൻ വലിയൊരു ബിസിനസ്സുകാരനാണ്. ലണ്ടനിൽ പോയി അച്ഛൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ വെച്ചപ്പോൾ ഹൈദരാജി പറഞ്ഞു ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഹൈദരാജി തിരിച്ച് നാട്ടിൽ വന്നു. അച്ഛനെയും കൂട്ടി വന്നു. അമ്മയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നളിനേർത്തി മോനേട്ടനെ ഞാൻ സുരക്ഷിതമായി ഏൽപ്പിച്ചിരിക്കുന്നു. അന്ന് മുതൽ അച്ഛന് ഞാനൊരു ഡോക്ടറാവണമെന്ന് ആഗ്രഹമുണ്ട്. കോളേജിൽ ചേർക്കുമ്പോൾ എന്നോട് പറഞ്ഞു നീ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് ഡോക്ടറാവും. ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു. പഠിക്കാൻ വേണ്ടിയിരുന്നു. ആദ്യം SFIക്കാർ മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞപ്പോൾ മെമ്പർഷിപ്പ് വേണ്ട, അതൊന്നും അവർക്കണ്ട് പിടിച്ചില്ല. പിന്നെ ഒരു മുഴുവൻ രാഷ്ട്രീയക്കാരനായത് അന്നത്തെ KSUവിൻ്റെ നേതാവ് ശ്രീനിവാസൻ നല്ല പ്രാസംഗികനായിരുന്നു. ശ്രീനിവാസൻ ക്ലാസ്സിൽ പ്രസംഗിക്കുകയാണ്. ക്ലാസ്സിൽ ശ്രീനിവാസൻ പ്രസംഗിക്കുമ്പോൾ SFIക്കാർ ബലമായി പ്രസംഗം തടസ്സപ്പെടുത്തുകയും അദ്ദേഹത്തെ അവിടുന്ന് വലിച്ച് താഴേക്ക് ഇറക്കിയപ്പോൾ ഞങ്ങൾ ഈ ഫസ്റ്റ് PDCക്കാർ സംഘം ചേർന്ന് പ്രതിരോധിച്ചു. ശ്രീനിവാസനെ പ്രസംഗിപ്പിച്ചു. അന്ന് മുതൽ ഞാൻ SFIയുടെ ഒരു നോട്ടപ്പുള്ളി. അന്ന് മുതൽ ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായി. അങ്ങനെയാണ് അതിന് തുടക്കം. പിന്നെ ഞാൻ മുഴുവൻ സമയം രാഷ്ട്രീയക്കാരൻ. തീർച്ചയായും. അപ്പോൾ കുന്നംകുളത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ കുന്നംകുളത്ത് 15 തെരഞ്ഞെടുപ്പോളം നടന്നു. ഇടതുപക്ഷത്തിന് വലിയ ആധിപത്യമുള്ള വിജയങ്ങളാണ് മുമ്പ് ഉണ്ടായിരിക്കുന്നത്. തുടക്കം മുതലേ ഏറ്റവും അവസാനം ഒരു UDF സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത് 2001 അങ്ങയുടെ സുഹൃത്തു കൂടിയായ TV ചന്ദ്രമോഹൻ. അതിനുശേഷം ഒരു ടൈറ്റ് ശക്തമായ ഒരു മത്സരം പോലും നടന്നത് CP ജോൺ വന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ മാത്രമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അതിനൊക്കെ മറികടക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരും. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ പരിധിയിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ പകുതിയോളം UDF ഭരണമുണ്ട്. പ്രതിപക്ഷം ആയിരിക്കുന്ന സ്ഥലത്ത് പോലും കൃത്യമായ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഈ സാഹചര്യം മുഴുവൻ UDFന് അനുകൂലമാകും എന്നാണ് കരുതുന്നത്. ഇത്തവണ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 100-ൽ പരം സീറ്റ്, 100-ൽ കൂടുതൽ സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി വരും, UDF വരും. UDF വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കുന്നംകുളത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഞാൻ PT അജയ്മോഹനായിട്ട് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസിനേക്കാൾ കൂടുതൽ ഈ ഗവൺമെൻറ്റിന് വിരോധമുള്ളവരൊക്കെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമ്മളെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച കാണുക. അത് വലിയ ഉറപ്പല്ലേ ഇവിടെ UDF ജയിക്കുമെന്നുള്ളത്? യാതൊരു സംശയവുമില്ല. ഇത്തവണ ഇവിടെ UDF. ഈ പുതുയുഗ യാത്ര കുന്നംകുളത്ത് വന്ന സമയത്ത് VD സതീശൻ പറഞ്ഞിരുന്നു കുന്നംകുളത്തെ ഇടതുകോട്ട UDFന്റെ ഒരു തരംഗത്തിന് മുന്നിൽ ഇടതുകോട്ട പൊളിയുകയും ഒപ്പം തന്നെ ത്രിവർണ്ണ പതാക പാറിക്കുകയും ചെയ്യും എന്ന് പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന സമയത്ത് K കമറുദ്ദീൻ്റെ പേരിലാണല്ലോ കെട്ടിവെക്കാനുള്ള തുക ലഭിച്ചത്. അപ്പോൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം ഒരിക്കലും അത് വെറുതെ ആവില്ല അങ്ങും പറയുകയുണ്ടായി. ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരിക്കും. ഞാനിവിടെ തുടക്കത്തിൽ പറഞ്ഞൊരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഏത് രൂപത്തിലും എൻ്റെ പ്രവർത്തന മോശം കൊണ്ടോ ഒരു അപകടം ഇവിടെ വരില്ല. ഇവിടെ പാർട്ടി മിഷനറി UDF മിഷനറിയും വളരെ ശക്തമായി കഴിഞ്ഞ കാലങ്ങളിലേക്കാളും കൂടുതൽ ഉഷാറായി പോകുന്നു. ചന്ദ്രമോഹന് ശേഷം ഇവിടെ ആരും MLA UDFൻ്റെ വന്നിട്ടില്ല. ഇത്തവണ അതിൽ വലിയൊരു മാറ്റം വരും. CP ജോൺ നേരിയ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെട്ടത്. ചെറിയ മാർജിൻ, ചെറിയൊരു മാർജിന പരാജയം. അപ്പോൾ ഇത്തവണ അതൊക്കെ മറികടന്ന ഒരു വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതാണ് ഈ നിമിഷം വരെയുള്ള ട്രെൻഡ് മനസ്സിലാക്കുന്നത്. ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം. അങ്ങ് മലപ്പുറം UDF ചെയർമാൻ കൂടിയാണ്. മലപ്പുറം ജില്ല ക്ലീൻ സ്വൈപ്പിലേക്ക് പോകുമോ? 16 സീറ്റ് ഉണ്ട്. അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? ചുരുക്കമാക്കല്ലേ. ഞാൻ പൊതുയുഗ യാത്രയിൽ ബഹുമാനപ്പെട്ട സതീശന് എടപ്പാളിൽ വെച്ച് ഒരു പറ സമ്മാനിച്ചു. ഇതെന്താ പറ എന്ന് ചോദിച്ചപ്പോൾ ഇതിവിടെ പഴയ കാലത്ത് നെല്ല് അളക്കുന്ന പറയാം, അതെനിക്കറിയാം, അതെന്തിനിപ്പോൾ എനിക്കെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഈ ജില്ലയിലെ 16 സീറ്റും നിറച്ചിട്ട് താങ്കൾക്ക് കൊണ്ടുപോകാനുള്ള പറയുന്നു. 16 സീറ്റ് യാതൊരു സംശയമില്ല. തൃശ്ശൂർ ജില്ലയിലും ഇത്തവണ ഭയങ്കര മാറ്റം വരാൻ പോകും. തീർച്ചയായിട്ടും. ഈ
കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ എല്ലാ മേഖലയിലേക്കും കടന്നു പോകുന്ന ഒരു കേബിൾ നെറ്റ്വർക്ക് ചാനലാണ് CCTV. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ SIR-ന് ശേഷം 2 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. ഈ എല്ലാ വീടുകളിലേക്കും ചെല്ലുന്ന ഒരു പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമം എന്ന രീതിയിൽ എല്ലാ വോട്ടർമാരോടും പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അജുവേട്ടൻ ഏറ്റവും ലാസ്റ്റ് ഹൃദയത്തിൽ തട്ടി പറയാനുള്ളത് ചുരുക്കമാക്കല്ലേ? ഈ കുന്നംകുളം CCTV എന്നെ ഇവിടെ ക്ഷണിച്ചു. ഇപ്പോൾ CCTVയുടെ അവതാരകൻ എന്നോട് പറഞ്ഞത് അജുവേട്ടൻ എന്നാണ്. ആ അജുവേട്ടനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ എൻ്റെ മരണം വരെ ഉണ്ടാവും, അത് ഉറപ്പ്. വളരെ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും വരികയും അഭിപ്രായം പറയുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്ന വളരെ നന്ദി. നമസ്കാരം. ഓക്കെ, താങ്ക് യു.